ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഞാൻ നിന്നെ വഴി നടത്തും. ഇന്ന് തളർന്നിരിക്കുവാണെങ്കിൽ ദൈവപിതാവിന്റെ ആ സ്നേഹം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ അരികിലുണ്ട്. യെശയ്യാ 41:10 നമ്മൾ ഇപ്രകാരം കാണുന്നു, എന്റെ വിജയം വരിക്കുന്ന വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. പിള്ളേരൊക്കെ ചില സമയത്ത് അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ പേടിയുള്ള സമയത്ത് അപ്പനും അമ്മയും കൂടെ ഉണ്ടെന്ന് ഉള്ളപ്പോൾ വലിയൊരു ധൈര്യമാണ് അല്ലെ. അപ്പനും അമ്മയും കരത്തെ ഇങ്ങനെ മുറുകെ പിടിക്കുന്നത് പിള്ളേർക്ക് ഭയങ്കര ധൈര്യം കിട്ടും. അതുപോലെ തന്നെ ദൈവം നമുക്ക് തരുന്ന ഉറപ്പാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, ഇപ്പം പിള്ളേരുടെ കയ്യിലോട്ട് അപ്പനങ്ങ് മുറുകെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഭയങ്കര കോൺഫിഡൻസ്, അവർക്ക് എവിടെ പോകണമെങ്കിലും അവർക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്. എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്, എനിക്ക് വലിയൊരു പ്രൊട്ടക്ഷനായിട്ട് എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വലിയ ഉറപ്പ്. ഇതേപോലെ തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ, ദൈവപിതാവിന്റെ കരം ഇന്ന് നമ്മുടെ കൂടെ നിലനിൽക്കുമ്പോൾ വചനത്തിന്റെ ശക്തി, അവിടുന്ന് ആ വചനത്തിന്റെ ശക്തിയിലൂടെ നമ്മളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുകയാണ്. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി നമുക്ക് തരുന്ന വലിയ ഉറപ്പിൽ നമുക്ക് മുൻപോട്ട് കടന്നു പോകാൻ സാധിക്കുന്നു. എത്ര വലിയ സങ്കീർണ വിഷയമാണെങ്കിലും അതിന്റെ നടുവിൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ഉറപ്പ്. ഈ ഉറപ്പല്ലായിരുന്നോ 3 ബാലകന്മാര് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവര് തീക്കകത്ത് വീഴുന്ന സമയത്തല്ലേ, ആ 4ാമനായി കർത്താവിന്റെ കരം അവിടെ വെളിപ്പെടുകയാണ്. അതുപോലെ തന്നെ ദാനിയേൽ സിംഹക്കുഴിയിലായിരുന്ന സമയത്ത് ഇതുപോലെ നിരവധി വിശുദ്ധന്മാർ കർത്താവിന് വേണ്ടി നിലനിന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായപ്പോൾ ആ സഹനങ്ങൾക്ക് നടുവിൽ ഈ ദൈവത്തിന്റെ കരം അവരെ താങ്ങി നിർത്തി. അപ്പന്റെ ആ കരത്തിന്റെ ചൂട്, ആ സ്നേഹം അവർ അനുഭവിച്ചറിഞ്ഞു. അത്ഭുതം അവരുടെ ജീവിതത്തിൽ ദൈവം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചിലപ്പം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനകളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കണ്ണുനീരുകൊണ്ട് തലയണം നനഞ്ഞ് അതുപോലെ വേദനയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഈ ദൈവത്തിന്റെ കരം, നിന്റെ അപ്പൻ, എന്റെ അപ്പൻ, നമ്മുടെ അപ്പൻ, ആ അപ്പന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും ഈ ദൈവത്തിന്റെ കരത്തെ മുറുകെ പിടിച്ച, അല്ലെങ്കിൽ ദൈവം മുറുകെ പിടിച്ച ആരും നശിക്കുകയില്ല, അവർ ഉയർച്ച തന്നെ പ്രാപിക്കും. കാരണം കർത്താവിന്റെ വചനമാ, കർത്താവ് തരുന്ന ഉറപ്പാ. അവങ്കിലേക്ക് നോക്കിയവർ, ഈശോയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈശോ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായ താങ്കൾ ഇനി ഭയപ്പെടേണ്ട. ഈശോ കൂടെയുണ്ട്. ഈശോയെ പറയുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും, എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. മുൻപോട്ട് പോകുവാൻ ഈശോ നമ്മളെ സഹായിക്കും. സഹോദരങ്ങളെ, ഈശോ നമ്മുടെ കൂടെയുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകും.